കുട്ടിയുടെ ശൈശവദശയിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ പ്രത്യേകമായി ഉണ്ടായിരിക്കണം എന്ന് പൊതുവെ പറയാറുണ്ട്. കാരണം കുട്ടിക്ക് ആ സമയത്ത് കുട്ടിയുടെ ഈഗോ വളർച്ച സാധ്യമായിട്ടുണ്ടാവില്ല. കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നത് ഒന്നുകിൽ കരഞ്ഞിട്ട് മാത്രമായിരിക്കും. കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കുട്ടി അറിയിക്കുന്നത് മാതാപിതാക്കളെ അല്ലെങ്കിൽ അടുത്തുള്ള അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ കുട്ടിയെ പരിചരിക്കുന്ന ആളുകളെ അറിയിക്കുന്നത് മിക്കവാറും കരഞ്ഞിട്ടായിരിക്കും. കാരണം കുട്ടിക്ക് മറ്റൊരു തരത്തിലും അത് അറിയിക്കാൻ പറ്റില്ല. ആ സമയത്ത് പ്രത്യേകമായ ഒരു ശ്രദ്ധ ആ രക്ഷാകർത്താക്കൾ കുട്ടിക്ക് നൽകേണ്ടതുണ്ട്. കുട്ടിയുടെ ഈഗോ വളരാത്തത് കൊണ്ട് തന്നെ അമ്മയുടെ ഈഗോ ആണ് കുട്ടിക്ക് നൽകേണ്ടത്. അതായത് കുട്ടിക്ക് എന്തെങ്കിലും വേണമെന്നുള്ള മാതാവ് മനസ്സിലാക്കി വേണം, കണ്ടറിഞ്ഞ് വേണം അവിടെ ചെയ്യേണ്ട. എന്നാൽ ഇങ്ങനെയല്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ബാല്യദശയിലേക്ക് വരുമ്പോൾ കുട്ടി തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞു. മുറ്റത്തേക്ക് ഇറങ്ങേണ്ടത് എങ്ങനെയാണെന്ന് കുട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മുറ്റത്തിനടുത്തെത്തി കഴിഞ്ഞാൽ ഞാൻ വീഴും എന്നുള്ള ഒരവസ്ഥ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി അവിടെ നിന്നും ഞാൻ വീഴുമെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടി തിരിച്ചു പോരുന്നത്. ആ സമയത്ത് കുട്ടിക്ക് ശൈശവദശയിൽ മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന പാരൻറ്റിങ് അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന ഒരു സമീപനമല്ല ബാല്യകാലദശയിൽ നൽകേണ്ടത്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കുറച്ചുകൂടി വളർന്ന സ്കൂളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നൽകേണ്ടത്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ മാതാപിതാക്കൾ ഇടപെടുന്ന ഒരു കാലഘട്ടമാണ് ബാല്യകാലം എന്ന് പറയുന്നത്. ബാല്യകാലഘട്ടത്തിൽ കുട്ടിയുടെ വിദ്യാഭ്യാസ പ്രക്രിയക്ക് പൂരകമായ, അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു നിലപാടാണ് മാതാപിതാക്കൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ വളർച്ചയുടെ അടുത്ത ഘട്ടം വരുമ്പോഴേക്കും കൗമാരദശയിലേക്ക് കുട്ടി കടക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടം കൗമാരദശയിലേക്ക് എത്തുമ്പോഴാണ്. ആ ഘട്ടത്തിൽ വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ളൊരു നിലപാട് വീണ്ടും മാതാപിതാക്കൾ സ്വീകരിക്കണം. കാരണം ഇത് വളർച്ചയുടെ അതിദ്രുതഗതിയിലുള്ള വളർച്ചയുടെ ഒരു കാലഘട്ടമാണ്. പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മാതാപിതാക്കളായിരിക്കണം കുട്ടികൾക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കുട്ടികൾക്ക് ഈ പ്രായത്തിലാണ് ഏറ്റവും എതിർപ്പുള്ള ഒരു വിഭാഗമായി മാതാപിതാക്കളും മറ്റൊരു വിഭാഗമായി ടീച്ചേഴ്സും മാറുന്നത്. മാതാപിതാക്കളും ടീച്ചേഴ്സുമാണ് കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ പാളിച്ച വരുത്തുന്ന ഒരു വിഭാഗമെന്ന് കൗമാരക്കാരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ എന്തോ ഒരു തരത്തിലുള്ള ഒരു വീഴ്ച ഈ രണ്ട് വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന് സമൂഹമാണ്. സമൂഹവും വളരെ സംശയത്തോടു കൂടിയാണ് കൗമാരക്കാരെ വീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സമയത്തുള്ള പാരൻറ്റിങ് വളരെ കൃത്യമായ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പാരൻറ്റിങ് സ്റ്റൈൽ നമ്മളിവിടെ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടവും കൗമാര കാലഘട്ടമാണ്. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് വളരെ കൃത്യമായ അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈൽ തന്നെയാണ്. പക്ഷേ അത് ഇപ്പോൾ തുടങ്ങേണ്ടതല്ല, നേരത്തെ തന്നെ ശൈശവദശയിൽ തന്നെ തുടങ്ങേണ്ട ഒരു ശൈലി തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് അത് വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം. കാരണം ഈ കാലഘട്ടത്തിൽ കുട്ടിയുടെ മസ്തിഷ്ക വളർച്ചയുടെ ഒരു നിർണായക കാലഘട്ടം പിന്നിടുകയാണ്. കാരണം മസ്തിഷ്കത്തിൻ്റെ ഫ്രണ്ടൽ ലോബ് വികസനം നടക്കുന്നത് ഏകദേശം 10-20 വയസ്സാകുമ്പോഴേക്കാണ്. ഫ്രണ്ടൽ ലോബ് വികസിച്ച് പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും 10-20 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അമിഗ്ഡാല എന്ന് പറയുന്ന 6-7 വയസ്സിലേക്ക് വളർച്ച പൂർത്തിയാകുന്ന ആ ഒരു ഭാഗം വളർച്ച പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങളിലേക്കും വളരെ അപകടകരമായ സാഹചര്യങ്ങളിലേക്കും ചെന്നുപെട്ടേക്കാം. ആ സമയത്ത് ഈ ഫ്രണ്ടൽ ലോബ് വികാസം പ്രാപിച്ച യുക്തിസഹമായി ചിന്തിക്കുന്ന മാതാപിതാക്കളും രക്ഷാകർത്താക്കളും സമൂഹവുമാണ് കുട്ടിക്ക് ഏറ്റവും സഹായകരമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. അടുത്തൊരു ഘട്ടം കൗമാര പൂർവ്വ കാലഘട്ടം എന്ന് പറയുന്നത് യുവാവ് അല്ലെങ്കിൽ യുവതി ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ശൈശവദശയിലോ ബാല്യകാലത്തോ ഇനി അതല്ല കൗമാര കാലഘട്ടത്തിലോ പാരൻസ് ഇടപെട്ട രീതി അല്ല തീർത്തും അവലംബിക്കേണ്ടത്. കാരണം അവിടെ കൃത്യമായ യുക്തിസഹമായി ചിന്തിക്കുന്ന വളർച്ച പ്രാപിച്ച ഒരു സമ്പൂർണ്ണ വ്യക്തിയാണ് നമ്മളെ മുമ്പിലുള്ള മക്കൾ. അവിടെ പാരൻറ്റിങ്ങിൻ്റെ സ്റ്റൈൽ വേറെ ലെവലിലായിരിക്കണം. കുറച്ചുകൂടി ശാസ്ത്രീയമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ ജനാധിപത്യപരമായ ഇടപെടൽ തന്നെ ഇവിടെയും നമ്മൾ പുലർത്തേണ്ടതുണ്ട്.
കാരണം അവിടെ സമ്പൂർണ്ണമായി വളർച്ച പ്രാപിച്ച ഒരു വ്യക്തിയാണ് അപ്പുറത്തുള്ള മക്കൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവൻ്റെ പിന്നിലേക്ക് അവരുടെ മുകളിൽ അടയിരിക്കുന്ന രൂപത്തിലുള്ളൊരു സമീപനമൊന്നും ഒരിക്കലും സ്വീകരിച്ചുകൂടാ. ഒരു സമ്പൂർണ്ണ വ്യക്തി എന്നുള്ള പരിഗണന ഈ സമയത്ത് നൽകിയേ മതിയാകും. ഇനി അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നീട് വിവാഹം കഴിക്കുന്നു കുട്ടികൾ, അതിനനുസരിച്ച് അവർക്ക് ഫാമിലികൾ ഉണ്ടാകുന്നു. ഈ സമയത്തൊക്കെ ഓരോ രക്ഷിതാവും പുലർത്തേണ്ട അല്ലെങ്കിൽ അവലംബിക്കേണ്ട ചില സമീപന രീതികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാവുന്നതാണ്. വളരെ കാലം നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ഏത് സമയം വരെ പാരൻ്റ് ഇരിക്കുന്നുണ്ടോ ആ സമയം വരെ നീണ്ടു നിൽക്കുന്നൊരു സർഗാത്മക പ്രക്രിയയാണ് പാരൻറ്റിങ് എന്നത്. അതിന് തുടക്കമുണ്ടെങ്കിലും ഒടുക്കമുണ്ടെങ്കിലും ഏറ്റവും നിർണായകമായ കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടിയുടെ വളർച്ചയുടെ ആദ്യ കാലഘട്ടങ്ങൾ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും.